നമസ്കാരം. TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. വാഹനമോഷണ കേസിലെ പ്രതിയെ താനൂർ പോലീസ് പിടികൂടി. ഒടൂർ പൈനാട്ട് വീട്ടിൽ നൌഫലിനെയാണ് താനൂർ പോലീസ് ഇൻസ്പെക്ടർ ദിനേഷ് കോറാടിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കഴിഞ്ഞ മാസം ജയിലിൽ നിന്നും ഇറങ്ങിയ പ്രതി നമ്പറില്ലാത്ത സ്കൂട്ടർ സഹിതം പൂരപ്പുഴയിൽ വെച്ചാണ് പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മുഹമ്മദ് ഹനാൻ ഏറെ പ്രതീക്ഷയുള്ള കായിക താരമാണെന്നും ഹനാന്റെ ഇനിയുള്ള പരിശീലനം സർക്കാരിന് കീഴിലാകുമെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. കേപ്പുരം സ്വദേശി മുഹമ്മദ് ഹനാന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്പോർട്സ് കിറ്റ് മന്ത്രി സമ്മാനിച്ചു. ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. സൃഷ്ടാവിന്റെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും കാണിച്ച ധീരതയും സമർപ്പണവുമാണ് ബലിപ്പെരുന്നാളിന്റെ സന്ദേശം. തുടർച്ചയായി 2ാം വർഷവും കോവിഡാശങ്ക നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ലോകം ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. മദ്യലഹരിയിൽ ബോംബ് ഭീഷണി മുഴക്കിയ ബംഗാൾ സ്വദേശി അറസ്റ്റിലായി. പൊന്നാനി ചെമ്പ്രവട്ടം ജംഗ്ഷനിലെ കനറ ബാങ്കിൽ ഉച്ചയ്ക്ക് 2ഓടെ ബോംബ് സ്ഫോടനമുണ്ടാകുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ 11ഓടെ പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ അജ്ഞാത സന്ദേശമെത്തിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ബംഗാൾ സ്വദേശി ധബാൽ മണ്ഡൽ എന്നയാൾ അറസ്റ്റിലായത്. താനൂർ തീരദേശത്തെ ഓട്ടോ തൊഴിലാളികളുടെ കൂട്ടായ്മയായ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം താനൂർ CI ദിനേശൻ നിർവഹിച്ചു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച ഡ്രൈവർമാരുടെ കുട്ടികൾക്ക് അവാർഡ് വിതരണം ചെയ്തു. YP യൂനസ് അധ്യക്ഷത വഹിച്ചു. ബഷീർ ഓട്ടുംപുറം, ഷക്കീർ, അനീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജീവൻ പണയം വെച്ച് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കാത്തതിൽ മന്ത്രിയെ നീരസം അറിയിച്ച വിദ്യാർത്ഥികൾ. തിരുരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരാണ് മന്ത്രി അഹമ്മദ് ദേവർകോവിലിന് നിവേദനം നൽകിയത്. ജൂലൈ 21 ചന്ദ്രദിനം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ അവിസ്മരണീയ മുഹൂർത്തത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായ ഒരു ദിനം. ചന്ദ്രദിനത്തിന്റെ ഭാഗമായി കൂട്ടായി SHM UP സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയിൽ നാസ ഗഫൂർ മാസ്റ്റർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. SMA രോഗം ബാധിച്ച് അങ്ങാടിപ്പുറം വലമ്പൂരിലെ 5 മാസം പ്രായമുള്ള ഇമ്രാൻ മരണത്തിന് കീഴടങ്ങി. സുമനസുകൾ കൈകോർത്തപ്പോൾ ഇതുവരെ ലഭിച്ചത് 16 കോടി രൂപ. ഇനിയും 2 കോടി രൂപ കൂടി കണ്ടെത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇമ്രാൻ വിട പറഞ്ഞത്. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി പറവണ്ണ സലഫി EM സ്കൂൾ സംഘടിപ്പിച്ച പെരുന്നാൾ പാട്ടോർമ്മകൾ എന്ന പരിപാടി ശ്രദ്ധേയമായി. പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായിക മുക്കം സാജിദ ഉദ്ഘാടനം ചെയ്തു. ജനതാ ബസാർ ശാന്തിനഗർ സോലാഹ് LP സ്കൂളിൽ ബക്രീദിനോടനുബന്ധിച്ച് നടത്തിയ പരിപാടി മാപ്പിളപ്പാട്ട് രചയിതാവ് KP കുട്ടി വാക്കാട് ഓൺലൈൻ മുഖേന ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ VM കുട്ടിയുടെ മകൻ ചീഫ് ഗസ്റ്റായി പങ്കെടുത്തു. പ്രധാനാധ്യാപകൻ ഖാദർ അധ്യക്ഷത വഹിച്ചു. ഇതോടുകൂടി TCV ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.